അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വലിയ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ, സന്തോഷവും ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഭക്ഷണപ്രിയരായ ആളുകളാണ് മലയാളികൾ എന്ന് പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ പല രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്. ആ ഭക്ഷണങ്ങളൊക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണങ്ങളാണോ എന്ന് നാം ആലോചിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ, നമ്മൾ സമയം തെറ്റിച്ച് ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ ജീവിതശൈലി രീതികൾ കൊണ്ട് തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുന്നവരാണ് മലയാളികളിൽ പലരും. ഇപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലരും, കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവരുണ്ടാകും. വയറിലെന്തോ ഒരു ദഹിക്കാത്തതുപോലെ ഒരു അസ്വസ്ഥതകളുള്ളതുപോലെ ഉണ്ടാകും. ഇങ്ങനെ വയറിനൊരു എരിച്ചിലുണ്ടാകും, പുകച്ചിലുണ്ടാകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാത്റൂമിൽ, ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നൽ വരുന്ന ആളുകൾ, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ തിബ്ബുൻ നബിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബി തങ്ങൾ കഴിച്ച ഭക്ഷണ രീതികളെ കടർത്തിയെടുത്ത് അതിൽ നിന്നും നിർമ്മിച്ചെടുത്ത ഒരു തരം ചികിത്സാ രീതിയാണ്, ആരോഗ്യ പരിശീലന രീതിയാണ് തിബ്ബുൻ നബി. ആ തിബ്ബുൻ നബിയിൽ നമുക്ക് കാണാം, ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ഭക്ഷണം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. നമ്മുടെ ആരോഗ്യകരമായി നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്താണത് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ? ഒന്നാമതായിട്ട്, വയറ് സംബന്ധമായ എല്ലാ വൈറസുകളെയും നശിപ്പിച്ച് കളയും. വയറിൽ എത്തിപ്പെടുന്ന എല്ലാ വൈറസുകളെയും നശിപ്പിച്ച് കളയും. നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ അത്തരത്തിൽ നമ്മുടെ വയറിന് പറ്റാത്ത ചിലത് കഴിക്കുന്ന സമയത്തും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ വയറ്റിൽ വെച്ച് അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഏകദേശം ആസിഡ് പോലത്തെ ഒരു ദ്രാവകം, അത്രയും കാഠിന്യമുള്ളൊരു ദ്രാവകം നമ്മുടെ പാൻക്രിയാസുകളിൽ നിന്ന് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ദ്രാവകം നമ്മുടെ കുടലിൽ വരികയും കുടലിലുള്ള ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. വിശക്കുന്ന സമയമാകുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. വിശപ്പ് കാഠിന്യമാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വയറിൽ, നമ്മുടെ കുടലിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ കുടൽ ഭിത്തികളിൽ തട്ടുകയും അവിടെ ചെറിയ ചെറിയ പൊള്ളലുകൾ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അതാണ് പലപ്പോഴും അൾസറായൊക്കെ മാറുന്നത്. അതുകൊണ്ട് കൃത്യമായി ഭക്ഷണം കഴിക്കുക എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാൻ പോകുന്ന ചെറിയ ഒരു സാധനം നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് കുറച്ചൊരു 3 എണ്ണമെങ്കിലും കഴിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടം, വയറ് സംബന്ധമായി നമുക്കുണ്ടാകുന്ന എല്ലാ വൈറസുകളും, നമ്മുടെ വയറ് സംബന്ധമായ വൈറസുകളൊക്കെ പോയി വയറിനെ നല്ല ശുദ്ധമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. വയറിനെ ശുദ്ധിയാക്കിയെടുക്കാൻ, വയറ് സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ ഒരു സാധനം കഴിച്ചാൽ മതി. എന്താണ് എന്ന് ഞാൻ അവസാനം പറയും. മറ്റൊരു കാര്യം, ആത്മീയമായി നോക്കുമ്പോൾ സ്ഥിരമായി ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭക്ഷണങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തുന്ന ആളുകൾക്ക് സിഹിർ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാം. ഇപ്പോൾ കൈവശം പോലെയുള്ള ഭക്ഷണത്തിലൂടെയൊക്കെ നമുക്ക് തേടുന്ന, നമ്മുടെ വയറിലേക്ക് എത്തുന്ന, നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ ശത്രുക്കൾ ചെയ്യുന്ന നമ്മുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു കളയാൻ, അല്ലെങ്കിൽ അതിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നശിപ്പിച്ച് കളയാൻ ഈ ഒരു ഭക്ഷണത്തിന് പവറുണ്ട്. മൂന്നാമതായിട്ട്, ഗർഭിണികൾക്ക് ഗർഭസമയത്തും അതുപോലെ തന്നെ പ്രസവശേഷം അവരുടെ വയറ് സംബന്ധമായ കാര്യങ്ങൾക്കും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ഇത് നല്ലതാണ്. എന്താണ് അത്? ഏറ്റവും പ്രധാനമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന ഭക്ഷണങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയായിരുന്നു അത്. അതായത് ഈത്തപ്പഴമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന സാധനം. ഈത്തപ്പഴം കഴിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ്. ഏറ്റവും പ്രധാനമായി നല്ല അജുവ ഈത്തപ്പഴം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അജുവ കിട്ടുന്നില്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴമെങ്കിലും കഴിച്ചാൽ
നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതിഫലമാണത്. ഈത്തപ്പഴം കഴിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുണം, ഇത്തരത്തിലുള്ളൊരു പ്രതിഫലം ലഭിക്കും, ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കുറച്ച് ഈത്തപ്പഴം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, ഒരു കിലോ ഈത്തപ്പഴമൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ രാവിലെ സുബഹി കഴിഞ്ഞ് ചായ കുടിക്കുമ്പം എന്ത് കടികൾ കഴിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഒരു 3 ഈത്തപ്പഴം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതെപ്പോഴും വയറിനും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ആരോഗ്യവും ഒരു ആശ്വാസവും നൽകുന്നതായിരിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.